ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഷോർട്സും അങ്ങനെ എൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ കുറവ് തന്നെയാണ്. ഞാനങ്ങനെ ഫുള്ളായിട്ടുള്ള വീഡിയോസ് അങ്ങനെ ഞാൻ ഇടാറില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു ഹോം ടൂറായിട്ട് വരാമെന്ന് വിചാരിച്ചു. അധികം ഞാൻ എൻ്റെ മോളുടെ വീഡിയോ അല്ലെങ്കിൽ ഫുഡാക്കുന്നതൊക്കെ അങ്ങനത്തെ ഷോർട്സാണ് ഇടാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കൊച്ചു വീട് ഒന്ന് ഹോം ടൂർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ കാണാൻ മാത്രമായിട്ട് ഇവിടെ ഒന്നുമില്ല, നമ്മൾ എൻ്റെ വീട്ടിലൊരു കുഞ്ഞു വീടാണ്. പക്ഷെ എല്ലാവരും ഹോം ടൂറൊക്കെ ചെയ്യുന്നതാണപ്പോൾ ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. മോൾ ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ മോൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഇത് എടുക്കുന്നത്. ആൾ എണീച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും വിടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു വീട്. ഈ മേലെയൊക്കെ പായൊക്കെ കെട്ടിയിട്ടുള്ളത് പിന്നെ ചാറിലടിക്കുന്നതായിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഇഷ്ടംപോലെ പുല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ നട്ടതാണ്. ചെടികൾ ഒരുപാടുണ്ടായിരുന്നു, എല്ലാം നശിച്ചു പോയി. പക്ഷെ ഇത് മാത്രം നശിച്ചിട്ടില്ല. നല്ല ഭംഗിയിൽ എല്ലാവർക്കും ഭയങ്കര നിറച്ചുണ്ടായിരുന്നു. ഒരു ബാക്കി ഭാഗം പോയി കിട്ടു. എന്നിട്ട് ഞാൻ പിന്നെയും അവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും നട്ടു കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം പോയി. പിന്നെ ഇവിടെ ഒരു ഓണത്തിൻ്റെ സീസൺ ആകുമ്പോൾ ഇവിടെ തനിയെ മുറ്റത്ത് ഇങ്ങനെ ഈ കാക്കപ്പൂ പോലത്തെ ചെടി ഇങ്ങനെ തനിയെ മുളച്ച് വരും. ഇതിനകത്ത് ഇങ്ങനെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള പൂക്കൾ വരും. ഓണത്തിന് ഒരുപാട് പൂക്കൾ, നാടൻ പൂക്കൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. വെറൈറ്റി കളർ, ഒരുപാട് കളറുണ്ട്. റോസ്, വെള്ള, വയലറ്റ്, ലൈറ്റ് റോസ്, അങ്ങനെ എല്ലാ കളറും ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ കളറും വരും. ഇത് സീസൺ ആകുമ്പോൾ തനിയെ മുളക്കുന്നതാണ്. ഇവിടെയൊക്കെ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു, എല്ലാം പോയി വിട്ടു, നശിച്ചു പോയി. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ മുമ്പിൽ കെട്ടിയിട്ടുള്ളതെന്ന്. ഇത് വേറെ ഒന്നല്ലേ, ഞങ്ങളുടെ ഇവിടെ ഭയങ്കര നായയുടെ ശല്യമാണ്. അതുകൊണ്ട് നായ വരുന്നതായിട്ട് ഇറയത്ത് കയറുന്നതായിട്ട് കുഞ്ഞു മോളൊക്കെ ഉള്ളതല്ലേ. കുഞ്ഞു മോളുള്ളത് കൊണ്ട് മാത്രമല്ല, അല്ലാണ്ട് നായൊക്കെ ഇറയത്ത് കയറുന്നത് പേടിച്ചിട്ട് ഈ സംഭവം ഇത് എൻ്റെ അനിയത്തിയുടെ ബുദ്ധിയാണ്. വളേൻ്റെ അകത്ത് കയറ് കെട്ടിയിട്ട് ഇതിങ്ങനെ വലിച്ചാൽ ഇവിടെ ഇങ്ങനെ ബ്ലോക്കാം. കണ്ടോ? ഇത് എല്ലാവരും, ഞാനും പറഞ്ഞിട്ടുണ്ട് ഇത് കെട്ടിയപ്പോൾ ഇതെന്ത് ഞാൻ അണ്ണാച്ചിയുടെ വീട് പോലെ ആക്കി വെച്ചിരുന്നു. പക്ഷേ ഇതുകൊണ്ട് ഭയങ്കര ഉപകാരം കേട്ടോ. ഇപ്പം വലിയ വലിയ വീട്ടിലും ഇങ്ങനെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ തന്നെ. ഇതിപ്പം ഇങ്ങനെ ആക്കിയാൽ നമ്മൾ ആവശ്യത്തിന് ഇതിങ്ങനെ സൈഡിലോട്ടാക്കും. ബോറ് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, നായ കയറുന്നതിൽ നിന്ന് രക്ഷ, അത്ര തന്നെ. ഇതെൻ്റെ അനിയത്തി വരച്ചാട്ടോ. അവളിപ്പം കോട്ടയത്തുള്ള ഡെൻ്റൽ അസിസ്റ്റൻ്റ് കോഴ്സ്, ഡോറ കോഴ്സ് പഠിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ മുൻവശം. ഇത് മേറ്റാണ് കേട്ടോ, വേറെ ഒന്നല്ല. എൻ്റെ മോള് വരുമ്പോൾ, ഞങ്ങളിവിടെ നിൽക്കാൻ വരുമ്പോൾ എൻ്റെ അമ്മ ഇതിങ്ങനെ മടക്കി കെട്ടി ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കും. അല്ലെങ്കിൽ എൻ്റെ മോൾ അതിൻ്റെ അകത്ത് ശൂശു ആക്കും. പിന്നെ തിന്നുന്നതൊക്കെ കൊണ്ടിട്ടിട്ട് അത് വൃത്തിയാക്കാൻ പണിയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ വരുന്ന അറിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ അമ്മ ഇത് മടക്കി കെട്ടി വെക്കും. ഇനി പോയിട്ടാകുമ്പോൾ അത് തുറന്ന് വെക്കും. ഇതെൻ്റെ മോളുടെ കുഞ്ഞിലെ ഫോട്ടോ ആണ് കേട്ടോ. ഇതെൻ്റെ അനിയത്തി ആക്കിയതാണ്, എൻ്റെ കല്യാണത്തിനാക്കിയതാണ്. 4 കൊല്ലമായി. കളറ് പോയിന്നേ ഉള്ളൂ, പക്ഷെ ഒന്നും ആയിട്ടില്ല. അവളെ ഇങ്ങനെ ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്യും. പേപ്പർ ക്രാഫ്റ്റാണിത്. ഇതും അവളാക്കിയതാണ്. ഇത് തേങ്ങയുടെ തൊണ്ട്, വേക്കിലത്തെ സാധനം ഉണ്ടല്ലോ, പൂ പോലത്തെ, അതിനെ കൊണ്ട് പൂവാക്കിയതാണ്. പിന്നെ അത് ചാക്കാണ്, കാർഡ്ബോർഡിനകത്ത് ചാക്ക് വെച്ചിട്ട് അതിലിങ്ങനെ തേങ്ങയുടെ ആ കൊള്ളി വെച്ച സാധനം, എനിക്ക് അതിൻ്റെ പേരറിയില്ലേ, അതിനെ കൊണ്ടാക്കിയിട്ട് അക്രിലിക് പെയിൻ്റ് അടിച്ചതാണ്. ഇതാണ് എൻ്റെ വീടിൻ്റെ സെൻട്രൽ ഹാള്. അപ്പോൾ ഇവിടുന്നേ കണ്ടോ, അങ്ങ് ഉള്ളിൽ നല്ല മരം പൂത്ത് നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ എൻ്റെ കസിൻസ് വരച്ചതാട്ടോ. എൻ്റെ കല്യാണത്തിന് സൗരവും വൈഷ്ണവും കുട്ടനും, അവൻ്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല. കണ്ടോ, നല്ലോണം ചിത്രം വരക്കുക. അവർ വരച്ചതാണ് എൻ്റെ കല്യാണത്തിന്. വലിച്ച് നീട്ടി പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതിൻ്റെ അടിയിൽ ഒരു പൂച്ചയുണ്ട് കേട്ടോ. അതിപ്പോൾ ഇവിടെ ഈ സോഫ ഇങ്ങനെ വെച്ചതുകൊണ്ട് ആ പൂച്ചനെ കാണാൻ കഴിയില്ല. എൻ്റെ ബാക്കിലൊരു പൂച്ചനെ വരച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ ഇതൊക്കെ എൻ്റെ അനിയത്തി ആക്കിയതാണ്.
എൻ്റെ കല്യാണത്തിന് അവളുടെ കലാവിരുതാണ് ഇതൊക്കെ. ഇത് അവളുടെ ബർത്ത്ഡേക്ക് ഇവിടെ ഒറ്റ ഞങ്ങളുടെ ഫോട്ടോ ഇല്ല, അപ്പോൾ ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് ഫോട്ടോ ഫ്രെയിം. ഇത് എൻ്റെ ആൻറ്റീൻ്റെ മോള് വരച്ചതാണ് കേട്ടോ, തുമ്പിയുടെ ഫോട്ടോ. പിന്നെ തുമ്പിയുടെ കുറേ ഫോട്ടോസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതും എൻ്റെ അനിയത്തി അമന്യ. അവളിങ്ങനെ ഓരോ പരീക്ഷണം നടത്തും, എല്ലാം വിജയിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതൊക്കെ അവൾക്ക് +2 പാസ്സായപ്പോൾ കിട്ടിയ ട്രോഫികളാണ് ഇവിടെ. പിന്നെ ഡാൻസ്, അവൾ നന്നായിട്ട് ഡാൻസ് കളിക്കും, അപ്പോൾ ആ ഡാൻസ് കളിച്ചതിന് കിട്ടിയ ട്രോഫികളാണ് കേട്ടോ. ഇത് എൻ്റെ ഒറ്റ ട്രോഫി ഉണ്ട് ഇടാം, SLC പാസ്സായതിൻ്റെ. +2 ഒന്നും കിട്ടിയിട്ടില്ല. +2 പാസ്സായിനെ ഞാൻ കിട്ടിയിട്ടില്ല. ഇതൊക്കെ അവളുടെ ഡാൻസിന്, സിനിമാറ്റിക് ഡാൻസ് കളിക്കും, അതിന് കിട്ടിയതാണ്. പിന്നെ അവൾ പണ്ട് ഇവൾ കുഞ്ഞായിരുന്നപ്പോൾ ഒരു ഡാൻസ് ടീം സിനിമ ഷൂട്ടിങ്ങിന് ഒരു തമിഴ് ഫിലിമിന് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഷൂട്ട് ചെയ്തതാണ്, ഫോട്ടോ എടുത്തതാണ് കേട്ടോ. ഈ സിനിമ ഏതാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാണ് എൻ്റെ അനിയത്തി. ഈ അവൾ കുഞ്ഞിൽ പോയതാ, ഈ വൈറ്റ് ഇട്ടിട്ടുള്ള ഈ കുഞ്ഞി ചെറുത്, അതാണ് അവൾ. ആ ഷൂട്ടിങ്ങിന് പോയവരടുത്തതാണ്. ഇവരൊക്കെ വലുതായി, ഒരാളുടെ കല്യാണമൊക്കെ, രണ്ടാളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടോ. ഇത് കുഞ്ഞിലെടുത്തതാണ്. പിന്നെ ഇതൊക്കെ അച്ചച്ചൻ്റെ, തുമ്പിയുടെ അച്ചച്ചൻ്റെ പൈസയും കാര്യമില്ലാന്ന്. TV 2 കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും 2 TV ഒക്കെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ എങ്കിൽ വർക്ക് ചെയ്യും. നമ്മൾ പക്ഷെ TV വെക്കാറില്ല. ഇപ്പം എല്ലാവരുടെ കയ്യിൽ ഫോണില്ലോണ്ട് TVയുടെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ കേബിൾ ഇപ്പം കട്ടാക്കിയിട്ടില്ല, ഷോക്ക് മാത്രമേ ഉള്ളൂ TV. ഈ സ്റ്റാൻഡ് ഈ ചിത്രം വരച്ചവരെ അച്ഛനാക്കിയതാട്ടോ, എൻ്റെ കല്യാണത്തിന് അവരാക്കിയതാണ് ഈ TV സ്റ്റാൻഡ്. അപ്പോൾ അത്രയൊന്നും കാണാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട്. ക്ലിയർ, എൻ്റെ ഈ ഫോണിൻ്റെ അകത്ത് ക്ലിയർ ഉണ്ടോയെന്ന് അറിയുന്നില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്നൊരു ഹോം ടൂർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ കലണ്ടർ തൂക്കിയിട്ടുണ്ട്. ഇതെവിടെയുണ്ട് ഒരു ഫ്രെയിം. ഇതൊക്കെ എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ്, എൻ്റെ കല്യാണത്തിന്. പിന്നെ എവിടെയാണ് ഞങ്ങളുടെ വിളക്കുള്ളത്. പിന്നെ ഇവിടെ ഫ്രിഡ്ജേ ഉള്ളൂ. ഇത് മേലെ റൂം 2 റൂമുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഇതാക്കിയിട്ടില്ല. ഞങ്ങളിവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല തൽക്കാലം. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് മേലെ വാർക്കണ്ട അത്ര. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഷീറ്റ്, മറ്റേ ആ സൗണ്ട് ആവാതൊരു ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താ, അതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിലൊരു റൂമാണുള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ ഒരു സുന്ദരി കോല കിടന്നുറങ്ങുന്നതപ്പാ. നല്ല ഉറക്കമാണ്, സുന്ദരമായ ഉറക്കമാണ്. ഇപ്പം കിടന്നുറങ്ങിയിട്ട് രാത്രി 12 മണിയാണ്. ഇത് വലയിട്ടുണ്ട് കേട്ടോ, ക്ലിയർ ഇല്ലാതെ. കൊതുകിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കൊതുക് വലയിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ മേക്കപ്പ് ഐറ്റംസ് വെക്കുന്നതാണ് കേട്ടോ, ലൈറ്റ് ഇട്ട് വെച്ച്. കുറേ സാധനങ്ങൾ എൻ്റെ തുമ്പിയുടെ അച്ഛൻ്റെ വീട്ടിലുള്ളത്, അത് ഞാൻ കുറേ ഇങ്ങ് എടുത്തില്ല. പിന്നെ അമ്മഞ്ഞി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഓളം അങ്ങോട്ടേക്കെല്ലാം എടുത്തുകൊണ്ട് സാധനമൊക്കെ കുറഞ്ഞു. മറ്റിവിടെ നിറച്ച് സാധനമായിരിക്കും ഞങ്ങളുടെ. മേക്കപ്പ് ചെയ്യാറില്ലെങ്കിലും ബാക്കി ഇതുപോലത്തെ ഐറ്റംസ്, പൗഡറായാലും കമ്മൽ, അങ്ങനത്തെയൊക്കെ. ഇവിടെ ഒരു തത്ത വീണ് കിടക്കുന്നുണ്ട്. തത്തി ഉറങ്ങി, തുമ്പി ഉറങ്ങി. നല്ല ഉറക്കമാണ് ആശാത്തി. മുട്ടയടിച്ചിട്ടുണ്ട്, മുട്ടക്കുട്ടിയാണ്, മുട്ടക്കുട്ടി. അപ്പോൾ ഇവിടെ ഒരു ഷെൽഫുണ്ട്. ഇതൊക്കെ അവളെ കളിക്കേണ്ട സാധനങ്ങളും ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്നും പുറത്തേക്ക് നോക്കിയാൽ റോഡ് കാണാം കേട്ടോ. പിന്നെ ആ റൂം നേരെ പുറത്ത് വരുമ്പോൾ അടുക്കള. നേരെ ഇപ്പുറം തന്നെ അടുക്കളയൊന്നും വലിയ വൃത്തിയൊന്നും ആക്കിയില്ല, ഞാനൊന്നും പറയാണ്ടെടുത്തതല്ലേ. അതുകൊണ്ട് വൃത്തി മനാറൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വലിച്ചു വാരി ഇട്ട് ചെറിയ വൃത്തി ആക്കണം അത്ര. നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ അടുപ്പാക്കിയില്ല, ഞങ്ങൾ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞില്ല അടുപ്പിൽ. അതുകൊണ്ട് ഇതുപോലെയുള്ള വാങ്ങുന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടില്ല.
വീട്ടിൽ കൂടുതൽ കഴിയാതുകൊണ്ട് ഇതൊക്കെ വൃത്തിയാക്കണം അത്ര കേട്ടോ. ഇവിടെ ഒരു മേശയുണ്ട്. ഇതൊക്കെ പുക. പണ്ട് ഇവിടെയായിരുന്നു അടുപ്പേ. എൻ്റെ കല്യാണത്തിനായിരുന്നു അച്ഛൻ്റെ വീടിന്ന് അടുപ്പ് മാറ്റിയത്, പുറത്തേക്കാക്കിയത്. അപ്പോൾ ആ സമയത്ത് പുകയടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കറുപ്പ് കളർ. ഇവിടെയാണ് ചെറിയ അടുക്കള. ഇവിടെ നിന്ന് ഗ്യാസ് കുറ്റി, മിക്സി സംഭവമല്ല. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അവിടെ അങ്ങനെ ഞങ്ങൾ പോകാറില്ല, പുറത്ത് തന്നെ പോക്ക്. പുറത്താണ് ടോയ്ലറ്റ് ഉള്ളത്. ഇത് പിഴുന്നറി കേട്ടോ. ഇവിടെ ഷീറ്റാണ്. ഞങ്ങൾ ഇവിടം വരെ വാർപ്പുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഷീറ്റാണ്. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് വാർക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വാഷ് ബേസ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോയാൽ ഇത് കിണറാണ് കേട്ടോ. റിൽസ് തുറന്നാൽ ഇതാ എവിടെയാണ് താൽക്കാലികമായിട്ട് അടുപ്പ് വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ചോറ് മാത്രമേ വെക്കുള്ളൂ, വേറെ ഒന്നും. ചോറും കുളിക്കാനുള്ള വെള്ളം മാത്രമേ വെക്കുള്ളൂ കേട്ടോ, വേറെ ഒന്നും വെക്കും. ഇത് ഞങ്ങളുടെ പഴയ വീട്, അടുക്കള കൂട. അതൊക്കെ പൊളിക്കണം അത്രേ. പിന്നെ എന്നിട്ട് കൂടിയാക്കണം. ഇതിപ്പോൾ ഒരു റൂം മാത്രം, പഴയ വീട് റൂം കൂട് പോലെ ആക്കിയിട്ട്. ഇതിൻ്റെ നേരെ അപ്പുറത്ത് ബാക്കിൽ, ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ വേറെ വീടാണ് കേട്ടോ. മതിൽ ചുറ്റും മതിലാണ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും മതിലാണ്. എന്താ ഇപ്പുറത്തൊരു വീട്, അപ്പുറത്തൊരു വീട്, ബാക്കിൽ 2 വീടുണ്ടേ. ഞാൻ അത് മേലെ പോയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ കിണർ. അപ്പം നമുക്ക് മേലേക്ക് പോകാം. ഇവിടെ കല്യാണത്തിന് ഇവിടെ കാവി ഇടുമായിരുന്നു കേട്ടോ ഞങ്ങൾ. പിന്നെ ടൈൽസ് വെച്ചിട്ടില്ല. ഇതൊക്കെ ഇനി എൻ്റെ സിസ്റ്റർ കല്യാണത്തിന് എല്ലാം ആക്കണം അത്ര. ഇവിടെ ഒന്നും കാണാനൊന്നും ഇല്ല കേട്ടോ. മേലെ ഇനി എല്ലാ പണി എടുക്കണം അത്ര. കാണാൻ മാത്രം ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഹോം ടൂറല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത്ര ഇവിടുന്ന് കാണിച്ചു തരാം. എന്താ ഇവിടെ ഒരു കട്ടിലുണ്ട്, ഇവിടെ ഒരു കട്ടിലുണ്ട്. ഇനി എല്ലാ പണിയെടുക്കണം അത്ര ഇവിടെയൊക്കെ. പിന്നെ വരാം. ഞങ്ങൾ തുണിയാറിടുന്ന സ്ഥലം, തുണിയാറിടാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. അതൊരു ഉപകാരം. ഇതാ ഞങ്ങൾ തുണിയാറിടുന്ന സ്ഥലം. ഇതാ ഞങ്ങളുടെ ഇപ്പുറത്തെ ഭാഗത്ത് വീട് ചുറ്റും അതിലാണ് ഞങ്ങളുടെ ഇത് ഷീറ്റ് ഇട്ടത്. ഈ ഷീറ്റ് അല്ല കേട്ടോ, ഇത് സൗണ്ട് ആവുന്ന ഷീറ്റല്ലേ. ഈ ഷീറ്റ് ഇവിടെയും മാത്രം ഇട്ടിട്ടുള്ളേ. ഞങ്ങളുടെ അപ്പുറത്ത് ഇട്ടത് സൗണ്ടൊന്നും ആവാതെ വീണ പൊട്ടിപ്പോകുന്ന പോലത്തെ ഷീറ്റാണ്, വീണ പൊളിയുന്ന പോലത്തെ. അതിന് പേരെനിക്കറിയില്ല. ഇവിടെ ബാക്കിലത്തെ മറ്റേ വേറൊരു വീട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീട്. ഷോർട്ടാസ് വീടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.